തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയം വീണ്ടും ഒരു രാജ്യാന്തര ക്രിക്കറ്റ് മാമാങ്കത്തിന് വേദിയാവുകയാണ്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള 5 മത്സരങ്ങളടങ്ങിയ T20 പരമ്പരയിലെ അവസാന പോരാട്ടം ശനിയാഴ്ച രാത്രി 7 മണിക്ക് അരങ്ങേറുമ്പോൾ കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇത് വെറുമൊരു മത്സരമല്ല. തങ്ങളുടെ പ്രിയപ്പെട്ട താരം സഞ്ജു സാംസൺ തന്റെ കരിയറിലെ ഏറ്റവും നിർണായകമായ ഇന്നിംഗ്സുകളിലൊന്നിന് സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ ഇറങ്ങുന്നു എന്നതാണ് ഈ മത്സരത്തിന്റെ പ്രത്യേകത. പരമ്പര ഇതിനോടകം ഇന്ത്യ 3-1 സ്വന്തമാക്കി കഴിഞ്ഞെങ്കിലും വരാനിരിക്കുന്ന ലോകകപ്പിന് മുന്നോടിയായുള്ള അവസാന പരീക്ഷണ വേദിയായിട്ടാണ് ടീം ഇന്ത്യ ഈ മത്സരത്തെ കാണുന്നത്. മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം ഈ പരമ്പര ഇതുവരെ നിരാശാജനകമായിരുന്നു. ആദ്യ 4 മത്സരങ്ങളിലും അദ്ദേഹത്തിന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല. 10, 6, 0, 24 എന്നിങ്ങനെയാണ് കഴിഞ്ഞ ഇന്നിംഗ്സുകളിലെ അദ്ദേഹത്തിന്റെ സ്കോറുകൾ. വലിയ സ്കോറുകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന സഞ്ജുവിന് സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ തന്റെ കരിയർ തിരിച്ചുപിടിക്കാനുള്ള സുവർണാവസരമാണ് ഗ്രീൻഫീൽഡിൽ ലഭിച്ചിരിക്കുന്നത്. ഒരു സെഞ്ചുറിയോ അല്ലെങ്കിൽ 80-ലധികം റൺസോ നേടാൻ കഴിഞ്ഞാൽ മാത്രമേ വരാനിരിക്കുന്ന ലോകകപ്പിൽ ഇന്ത്യൻ പ്ലേയിംഗ് 11-ൽ സഞ്ജുവിന് വ്യക്തമായ അവകാശവാദം ഉന്നയിക്കാൻ കഴിയൂ. ഇഷാൻ കിഷൻ ടീമിലേക്ക് തിരിച്ചെത്തുന്നതോടെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായുള്ള മത്സരവും മുറുകും. സഞ്ജുവിന്റെ T20 കരിയർ പരിശോധിച്ചാൽ വലിയ ഉയർച്ച താഴ്ചകൾ കാണാം. IPL-ൽ 3 സെഞ്ചുറികളുമായി തിളങ്ങുന്ന സഞ്ജുവിന് അന്താരാഷ്ട്ര തലത്തിൽ ആ സ്ഥിരത നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് എപ്പോഴും ടീമിന് ഗുണകരമാണ്. പവർ പ്ലേ ഓവറുകളിൽ അതിവേഗം റൺസ് കണ്ടെത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ് ടീം മാനേജ്മെന്റിനെ ഇപ്പോഴും അദ്ദേഹത്തിൽ വിശ്വാസമർപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ തലമുറ ഗ്രീൻഫീൽഡിൽ പോരാടുമ്പോൾ ഭാരതത്തിന് 2 ലോകകപ്പുകൾ സമ്മാനിച്ച ഇതിഹാസ താരം യുവരാജ് സിംഗ് തന്റെ കരിയറിന്റെ അവസാന ഘട്ടത്തെക്കുറിച്ച് മനസ്സ് തുറന്നത് കഴിഞ്ഞ ദിവസമാണ്. സാനിയ മിർസയുടെ യൂട്യൂബ് ചാനലായ സെർവിങ് ഇറ്റ് അപ്പ് വിത്ത് സാനിയയിലാണ് യുവി തന്റെ വിരമിക്കൽ സമയത്തെ മാനസിക വിഷമങ്ങൾ പങ്കുവെച്ചത്. കരിയർ ഒരു ഭാരമായി മാറിയ ഘട്ടത്തിലാണ് ഞാൻ വിരമിക്കലിനെ കുറിച്ചുള്ള തീരുമാനമെടുത്തത്, യുവി പറഞ്ഞു. അർബുദത്തെ തോൽപ്പിച്ച് തിരിച്ചെത്തിയ ശേഷം ടീമിൽ സ്ഥിരമായ സ്ഥാനം ലഭിക്കാത്തതും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ അവഗണനയുമാണ് അദ്ദേഹത്തെ വേദനിപ്പിച്ചത്. കളിയെ ആസ്വദിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അർഹമായ പിന്തുണയും ബഹുമാനവും ലഭിക്കാത്തതിനാൽ കളി നിർത്തുന്നതാണ് ഉചിതമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. 2017-ൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് അദ്ദേഹം അവസാനമായി ഇന്ത്യക്കായി കളിച്ചത്.